ഇന്ന് ശിവരാത്രി ആയതുകൊണ്ട് തന്നെ രാവിലെ അമ്പലത്തിൽ പോകണമെന്നൊക്കെ പറഞ്ഞ് പ്ലാനൊക്കെ ഇട്ടിരിക്കുകയായിരുന്നു കേട്ടോ. രാവിലത്തെ പണിയെല്ലാം ഒതുക്കി ഒന്ന് റെഡിയായി വന്നപ്പോഴത്തേക്ക് മണി 8:30 അപ്പോൾ പിന്നെ വേഗം തന്നെ റെഡിയായിട്ട് സാരിയൊക്കെ എടുത്തിട്ട് പോകാമെന്ന് കരുതി സാരിയെല്ലാം എടുത്ത് ഒരുങ്ങി വേഗം തന്നെ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി കേട്ടോ. ആമി നേരത്തെ തന്നെ റെഡിയായിട്ട് എന്നെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ വേഗം തന്നെ അമ്പലത്തിലേക്ക് പുറപ്പെടാനായിട്ട് തുടങ്ങി കേട്ടോ. പിന്നെ വണ്ടിയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് വണ്ടി വെക്കാൻ പോലും സ്ഥലമില്ലാതെ നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ വേഗം തന്നെ അവിടെ കൊണ്ട് വണ്ടി വെച്ചിട്ട് പിന്നെ നമ്മൾ അമ്പലത്തിൻ്റെ അങ്ങോട്ടത്തേക്ക് നടന്നു കേട്ടോ. ചെന്നപ്പോഴത്തേക്ക് നല്ല തിരക്കായിരുന്നു. അപ്പം പുറത്ത് ഇത്രമാത്രം വണ്ടിയും ചെരുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, അകത്ത് എന്തുമാത്രമാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ അവിടെ എല്ലാം ചെരുപ്പെല്ലാം ഇട്ട് മേലെല്ലാം വെള്ളമൊക്കെ തളിച്ചിട്ട് പിന്നെ അവിടുന്ന് വഴിപാടും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് കയറുന്നതിൻ്റെ വാതിൽക്കൽ തന്നെ കേട്ടോ നമ്മൾ കൂവളമാലയും അങ്ങനെ കാര്യങ്ങളൊക്കെ വാങ്ങാൻ കിട്ടും. അവിടുന്ന് മാലയും എണ്ണയും കർപ്പൂരവും ചന്ദനത്തിരിയെല്ലാം വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ അകത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അകത്തേക്ക് പോയിട്ട് നമ്മൾ ഒരു റൗണ്ട് തൊഴാൻ വേണ്ടി നോക്കിയിട്ട് അകത്ത് കയറാൻ യാതൊരു നിർവാഹമില്ല, നല്ല തിരക്കായിരുന്നു. പിന്നെ നമ്മൾ ഇറങ്ങുന്ന ഭാഗത്തൂടെ നൂണ്ട് കയറിയിട്ട് കേട്ടോ അകത്ത് കയറി ഒന്ന് തൊഴാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടുന്ന് നേരെ ഇറങ്ങിയപ്പോഴത്തേക്ക് കയറിയപ്പോൾ തന്നെ കുറച്ച് വളക്കടയും അതുപോലെ തന്നെ കളിപ്പാട്ടക്കടയൊക്കെ കണ്ടപ്പോഴത്തേക്ക് ആമി ഇറങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു, അമ്മയുടെ പൈസ ഉണ്ടെങ്കിൽ എനിക്ക് കുറച്ച് കളിപ്പാട്ടമൊക്കെ വാങ്ങിച്ചു തരണമെന്നാട്ടോ പറഞ്ഞിട്ടാട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കളിപ്പാട്ടമൊന്നും കളിക്കേണ്ട പ്രായമൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് കുറേ വളയും പൊട്ടുമൊക്കെ മേടിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്ക് വളയും കളിപ്പാട്ടം മേടിക്കാത്തതിൻ്റെ പിണക്കത്തിൽ അവളിങ്ങനെ ദേഷ്യം പിടിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തൊഴുതിട്ട് നേരെ വീട്ടിലേക്ക് വന്നു. ബൈ.